ചെർപ്പുളശ്ശേരി 170ഓളം കോഴിക്കുഞ്ഞുങ്ങളെ തെരുവുനായകൾ കടിച്ചു കൊന്നു. ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. ഉപജീവന മാർഗത്തിനായി ചെർപ്പുളശ്ശേരി സ്വദേശിയായ രവീന്ദ്രനാഥൻ വളർത്തിയിരുന്ന 1000ഓളം കോഴികളടങ്ങുന്ന ഫാമിലെ കോഴിക്കുഞ്ഞുങ്ങളെയാണ് തെരുവുനായകൾ കടിച്ചു കൊന്നത്. അക്രമാസക്തരായ തെരുവുനായകൾ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വളർത്തുമൃഗങ്ങൾക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. 1000ഓളം കോഴികൾ അടങ്ങുന്ന ഫാമിന്റെ കൂട് കടിച്ചു പൊളിച്ചാണ് തെരുവുനായകൾ കോഴികളെ ആക്രമിച്ചത്. ഉപജീവന മാർഗമായി നടത്തിയിരുന്ന കോഴി ഫാമാണ് തെരുവുനായകൾ നശിപ്പിച്ചത്. ഇത് ഫാം ഉടമകളെ ഭീതിയിലാക്കുകയാണ്. തെരുവുനായകൾ ആക്രമിച്ചതിനാൽ യാതൊരു ഇൻഷുറൻസും ലഭിക്കുകയില്ലെന്ന സങ്കടവും ഫാം ഉടമസ്ഥനായ രവീന്ദ്രൻ പറഞ്ഞു. ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വീട്ടിൽ നിന്ന് ഏട്ടനെ ആസ്പത്രിയിൽ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അത് പോയി വന്നപ്പോഴേക്ക് അവർ 6-7 നായ്ക്കൾ കൂട് കടിച്ച് പൊളിച്ച് കയറി എല്ലാവരും കുറേ എണ്ണത്തിന് കൊന്ന് കിട്ടണം. അതിൽ കുറച്ചെണ്ണത്തിന് അവർ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ കൂട് ആകെ നശിപ്പിച്ചു. 200ൻ്റെ അടുത്ത കോഴികൾ അവർ കൊന്നിട്ടായിരുന്നു. 1000 കോഴിയുള്ള കൂടാണ്. അതിൽ 200 എണ്ണത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ 2025-26 വർഷങ്ങളിൽ 2 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് തെരുവുനായകളെ പിടിക്കാനും വന്ധീകരിക്കുന്നതിനുമായി ABC പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ താലൂക്കിൽ ഒരേയൊരു വന്ധീകരണ സ്ഥാപനം മാത്രമുള്ളതിനാൽ വിളിച്ചാൽ ആരും വരാറില്ലെന്ന് ചെർപ്പുളശ്ശേരി വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ പറഞ്ഞു. എൻ്റെ വാർഡിലെ നമ്മുടെ ഹൈസ്കൂൾ റോഡിലെ ഭാരത് ഗ്യാസിന്റെ തൊട്ടടുത്ത പ്രദേശത്ത് കുഞ്ഞടുത്ത ശിവേട്ടൻ എന്ന് പറയും. ശിവേട്ടൻ്റെ മകനായുള്ള പ്രസാദിന്റെ വീട്ടിൽ അവിടെ ഇന്ന് അവരുടെ അടുത്തൊരു ഫാമുണ്ട്, കോഴി ഫാമുണ്ട്. ആ കോഴി ഫാമിലെ ഏകദേശം ഒരു 160ഓളം കോഴി കുഞ്ഞുങ്ങളെ തെരുവുനായ്ക്കൾ, ഒരു 5-6 തെരുവുനായ്ക്കൾ വന്ന് ഒരു 3 മണിക്ക് വന്ന് കമ്പി ഒട്ടിച്ചുകൊണ്ട് അതിൻ്റെ കൂട്ടിൽ കയറിയിട്ട് ആ 160 കോഴിക്കുഞ്ഞുങ്ങളെയും കെട്ടിച്ചു കൊന്നിരിക്കുന്നു. അതീവ ഗുരുതരമായില്ല. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിക്കുന്ന രീതിക്കനുസരിച്ചുള്ള തെരുവുനായ്ക്കളുടെ ആക്രമണമാണ്. എൻ്റെ വാർഡിൽ മാത്രമല്ല, ചെർപ്പുളശ്ശേരി നഗരസഭയുടെ എല്ലാ വാർഡുകളിലും ഇത്തരത്തിലുള്ള ഭീതിഭയാനകമായുള്ള രീതി വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ചുമതലക്കാരൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഞങ്ങൾ ചെർപ്പുളശ്ശേരി നഗരസഭയിലെ കഴിഞ്ഞ കാലമായി തെരുവുനായ്ക്കളെ പിടിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ABC പ്രോഗ്രാം എന്ന രീതിക്കനുസരിച്ച് ABC പ്രോഗ്രാം എനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം, അതിനുവേണ്ടി ഞങ്ങൾ തന്നെ നഗരസഭയിലെ കൊല്ലം തോറും സ്റ്റാറ്റ്യൂട്ടറിയായിട്ട് തന്നെ 1 ലക്ഷം രൂപ വയ്ക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 25-26 വർഷത്തേക്ക് 1 ലക്ഷം രൂപയല്ല, ഏകദേശം 2 ലക്ഷം രൂപയോളം ചെലവാക്കിയും കൊണ്ട് തന്നെ പിടിക്കുന്നതിനും വന്ധീകരിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊന്നും ശാശ്വതമല്ല. എന്തുകൊണ്ട്? വന്ധീകരിക്കൽ തന്നെ ഒരു ദിവസത്തിൽ വന്നു കഴിഞ്ഞാൽ 4 എണ്ണത്തിന് പരമാവധി കിട്ടും. അങ്ങനെ വരുമ്പോൾ തന്നെ അവരെ തന്നെ വിളിക്കാനും ആഗ്രഹമില്ല. കാരണം സ്വാഭാവികമായിട്ട് താലൂക്കിൻ്റെ ഉള്ളിൽ ആകെ ഒരു വന്ധീകരണ സ്ഥാപനം മാത്രമാണ് ആശുപത്രിയുടെ. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ സുപ്രീം കോടതി അടുത്ത കാലത്ത് വിധി വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും ജനങ്ങൾക്ക് മൊത്തം ആശ്വാസകരമായുള്ള വിധിയായിട്ടാണ് ഞങ്ങളെല്ലാം കാണുന്നത്. എന്താണ് വിധി? അക്രമാസക്തമായുള്ള തെരുവ് നായ്ക്കളെ അതിനെ കൊല്ലാമെന്നുള്ള രീതിക്കനുസരിച്ച് വിധിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരികൾ ആ വിധിയെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു സർക്കുലർ ഇറക്കി കഴിഞ്ഞാൽ ഈ തെരുവ് നായ്ക്കളെ, തിരിഞ്ഞു പോകുന്ന തെരുവ് നായ്ക്കളെ, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ മനുഷ്യരടക്കം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ തെരുവ് നായ്ക്കളെ ഒന്ന് പിടിച്ച് കൊല്ലാനുള്ള ഒരു അനുമതി തന്നു കഴിഞ്ഞാൽ എന്തെന്ന് പറയുന്നു, സുപ്രീം കോടതിയുടെ വിധിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സർക്കുലർ ഈ സംസ്ഥാന സർക്കാർ തദ്ദേശ വകുപ്പിന് തരികയാണെങ്കിൽ ഈ പ്രശ്നം ശാശ്വതമായിട്ട് മുൻകാലങ്ങളിലൊക്കെ നമുക്ക് ചെയ്ത രീതിക്കനുസരിച്ച് 100% എന്തായാലും പറ്റില്ല. പക്ഷെ എന്തായാലും ഒരു നിയന്ത്രണം എത്തിക്കാൻ പറ്റും. സംസ്ഥാന സർക്കാർ തദ്ദേശ വകുപ്പ് തെരുവുനായയെ കൊല്ലുന്നതിനോ അല്ലെങ്കിൽ ഷെൽട്ടർ സംവിധാനം ഒരുക്കുന്നതിനോ മറ്റും സർക്കുലർ നൽകിയാൽ ഒരു പരിധിവരെ തെരുവുനായകളുടെ ഭീഷണി നിയന്ത്രിക്കാനാകുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ചെർപ്പുളശ്ശേരിയിൽ കോഴി ഫാമിന് നേരെയുണ്ടായ അക്രമം പ്രദേശവാസികൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയായാണ് വ്യക്തമാക്കുന്നത്. യൂണിവേഴ്സിറ്റി റാങ്കുകൾ, പ്രകൃതി രമണീയവും ഹരിതാഭവുമായ ക്യാമ്പസ്, മികച്ച പ്ലേസ്മെന്റ് സഹായവും തൊഴിൽ നൈപുണ്യ വികസന പരിപാടികളും, ആഡ് ഓൺ കോഴ്സസ്, AI, ML, ASAP, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ, ടാലി, CMA തുടങ്ങിയ സർട്ടിഫൈഡ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി ഇന്നു തന്നെ ബന്ധപ്പെടൂ. ചെർപ്പുളശ്ശേരി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കാറൽമണ്ണ, ചെർപ്പുളശ്ശേരി, പാലക്കാട്.